സൗദി ജയിലിൽ നിന്ന് മോചിതനായി നാട്ടിലെത്തിയാൽ അബ്ദുൾ റഹീമിന് സ്വന്തമായി ബിസിനസ് സംരംഭം ഒരുക്കി നൽകുമെന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ബോച്ചെ ടീയുടെ ഫ്രാഞ്ചൈസി ഷോപ്പാണ് റഹീമിന് സജ്ജമാക്കി നൽകുക. തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും ബോബി ചെമ്മണ്ണൂർ മീഡിയ വണിനോട് പറഞ്ഞു. ബോച്ചെ ഇപ്പോൾ അബ്ദുൾ റഹീം നാട്ടിലേക്ക് വരാനിരിക്കുകയാണ്. നാട്ടിലെത്തിയാലും അദ്ദേഹത്തിന് സഹായം വേണ്ടി വരുമെന്നാണ് ബോച്ചെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ നിലയ്ക്ക് ചില പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്തെല്ലാമാണ് നമ്മൾ ഇനി ചെയ്തു കൊടുക്കാൻ പോകുന്നത്? അതെ, ഞാൻ വിചാരിച്ചു ഒരാളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. എങ്കിൽ തന്നെയും ഇത്രയും ജയിലിൽ കിടന്ന് ചെറുപ്രായത്തിൽ അവിടെ പോയി ഒരു മാസത്തെ ശമ്പളം പോലും ലഭിക്കാതെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മയും കുടുംബത്തെയൊക്കെ നോക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ച് ആഗ്രഹങ്ങൾ മാത്രം ബാക്കിയായിട്ട് വരുന്ന ഈ വ്യക്തി ഇവിടെ വന്ന് എന്താണ് ചെയ്യുക എന്നതും വലിയൊരു കാര്യമാണ്. അബ്ദുൾ റഹീമിന് വന്നു കഴിഞ്ഞാൽ ജീവിക്കണം. അപ്പോൾ അബ്ദുൾ റഹീമിന് ബോച്ചെ ടീയുടെ ഒരു ഫ്രാഞ്ചൈസി ഷോപ്പ് ബോച്ചെ പാർട്ട്ണർ എന്ന ലേബിളിൽ സൗജന്യമായിട്ട് ആൾക്ക് ഇട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായത്. ഇനിയുള്ള കാലം കഷ്ടപ്പെടാതെ ഉമ്മേനെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ സെയിൽസ് പ്രൊമോഷനായിട്ട് നമ്മൾ ഈ 40 രൂപയാണ് ഒരു പാക്കറ്റ് ബോച്ചെ ടീ. അപ്പോൾ അത് വാങ്ങുന്നവർക്ക് ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് സൗജന്യമായിട്ട് കിട്ടും. ഈ പുതിയ ബിസിനസ്സിൽ വരുന്ന ബോച്ചെ ടീ ബിസിനസ്സിലൂടെ വരുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ദിവസേന ഞങ്ങൾ ബോച്ചെ ടീ ഇൻസ്റ്റഗ്രാമിലൂടെ അത് കൊടുത്തുകൊണ്ടിരിക്കും. അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക്, സഹായം വേണ്ടവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. റഹീമിനുള്ള തുക നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹം ജയിൽ മോചിതനാവും. ഇത് എന്നേക്ക് വരാൻ കഴിയും? അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഡിസ്കഷൻ ഉണ്ട്. എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ? അതിൻ്റെ കാര്യങ്ങൾ എംബസി വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി അവിടെ നമ്മുടെ എംബസിയിൽ നമ്മുടെ കാക്കഞ്ചേരി സാറുണ്ട്. പിന്നെ ഇവിടെയുള്ള ലീഗൽ അസിസ്റ്റന്റ് ആൾക്കാരും അവരൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ഭാഗത്തുനിന്നും അതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നലെ ഉമ്മയുടെ അടുത്ത് പോയിരുന്ന ആളുടെ, അപ്പോൾ അവിടെയും എല്ലാ ഉമ്മയൊക്കെ കാത്തിരിക്കുക, സന്തോഷത്തിലാണ്, ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് വരുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ലഭിച്ച ഒരു സംതൃപ്തിയാണോ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ലഭിച്ചത്? ഇല്ല, ഇതിൽ എനിക്ക് ഇന്ന് വരെ ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബിസിനസ് ലാഭം ഉപയോഗിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് വരെ ആർക്കും വേണ്ടി 1 രൂപ സംഭാവനയ്ക്ക് കൈ നീട്ടിയിട്ടില്ല. കാരണം ഇതിൽ ചീത്തപ്പേര് വരും, എങ്ങനെ പ്രവർത്തിച്ചാലും ചീത്തപ്പേര് വരും. പക്ഷെ ആദ്യമായിട്ടൊരു ജീവൻ രക്ഷിക്കാനായതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങുകയാണ്. ചീത്തപ്പേര് ഇത്തിരി വന്നാലും കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിനല്ലേ. അപ്പോഴേക്കും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇന്നലെ മോശമായൊരു പോസ്റ്റ് ഇട്ടു. ഈ പോസിറ്റീവ് കമന്റുകൾക്കിടയിൽ അത്തരം ചില പരാമർശങ്ങൾ അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അടിച്ചു മാറ്റാനാണ് എന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങോട്ട് ഇതിട്ടു. അത് എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മൾ എന്ത് കേൾക്കാനും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യില്ല. നമ്മുടെ ഒരു മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഫാദർ കാണിച്ചു തന്ന ആ മാർഗത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇവിടെ എല്ലാ ജില്ലകളിലും ഒരുപാട് ബോച്ചെ ഫാൻസ്, ലക്ഷക്കണക്കിന് പേര് ഇതിനു വേണ്ടി അതാത് ജില്ലകളിൽ പണിയെടുത്തിട്ടുണ്ട്. അവർക്ക് വിഷമാവുന്നുള്ള, എന്നെ വിളിച്ച് അവര് ചോദിക്കുക എന്താ ഇങ്ങനെ പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമാവുമല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമുക്കിതൊക്കെ ശീലമാണ്. റഹീം നാട്ടിലെത്തുമ്പം പുനരധിവാസം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ബോച്ചെ ടീ ഫ്രാഞ്ചൈസി ഷോപ്പ് സൗജന്യമായത് അത് വന്ന ഉടനെ തന്നെ ഉണ്ടാവും? അതിൻ്റെ ഇമ്മീഡിയറ്റ് വന്ന പാട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനും താല്പര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ആൾക്കാർ പോയി പഠിപ്പിച്ച് നിർത്തി സെറ്റാക്കി കൊടുക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല, നല്ല കളക്ഷനും ലാഭമൊക്കെ കിട്ടും. കാരണം ഈ ഫ്രാഞ്ചൈസിയുടെ ആദ്യത്തെ ആൾക്ക് കൊടുക്കുക സൗജന്യമായിട്ട്.
എന്തായാലും റഹീമിന്റെ മോചനത്തിന് വേണ്ടി മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്തുമെന്നാണ് ബോച്ചെ അറിയിക്കുന്നത്. അദ്ദേഹത്തിന് ബോച്ചെ ടീയുടെ ഒരു ഫ്രാഞ്ചൈസി ഷോപ്പ് സൗജന്യമായി നൽകും എന്നാണ് ബോച്ചെ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അനുരൂപിനൊപ്പം ഷബീർ ഒമർ, മീഡിയ 1.